അട്ടപ്പാടിയിൽ രോഗി ചികിത്സ കിട്ടാതെ മരിച്ചതിൽ പ്രതിഷേധം. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്കാണ് കോൺഗ്രസ് അഗളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇന്നലെ ലൈഫ് സപ്പോർട്ടുള്ള ആംബുലൻസ് ഇല്ലാത്തതിനാൽ രോഗി ചികിത്സ കിട്ടാതെ മരിച്ചിരുന്നു. ഇക്ബാൽ അറക്കൽ വിശദാംശങ്ങളുമായി. ഇക്ബാൽ, എന്തായിരുന്നു രോഗി ചികിത്സ കിട്ടാതെ മരിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? നികേഷ്, ഇന്നലെയാണ് അട്ടപ്പാടി ഗൂളിക്കടവിൽ വെച്ച് ഒമ്മല സ്വദേശിയായ ഫൈസൽ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് ശക്തമായ കാറ്റിൽ ഒരു മരം പൊട്ടി വീണത്. ഈ അപകടത്തിൽ ഫൈസലിന് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും നാട്ടുകാർ ചേർന്ന് ഫൈസലിനെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും ഫൈസലിന് വിദഗ്ധ ചികിത്സ നൽകണമെന്നൊരു തീരുമാനത്തിലേക്ക് ഡോക്ടർമാർ എത്തിയിരുന്നു. പക്ഷേ ഫൈസലിനെ വിദഗ്ധ ചികിത്സ നൽകാനുള്ള അടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ഒരു ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഈ കോട്ടത്തറ ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്ന് 3 മണിക്കൂറാണ് ഫൈസൽ ഈ കോട്ടത്തറ ആശുപത്രിയിൽ തന്നെ തുടരേണ്ടി വന്നത്. പിന്നീട് ഒറ്റപ്പാലത്ത് നിന്ന് ഒരു ആംബുലൻസ് എത്തിച്ചാണ് ഫൈസലിനെ പെരിന്തൽമണ്ണയിലേക്ക് കൊണ്ടുപോയത്. വഴിമതിയെ ഫൈസൽ മരണപ്പെടുകയും ചെയ്തു. ഇത് കൃത്യമായ ഒരു ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടി ഇന്നലെ മുതൽ തന്നെ വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നിരുന്നത്. ഇന്ന് രാവിലെയാണ് കോൺഗ്രസ് അഗളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടന്നത്. കോട്ടത്തറ ചന്തക്കടയിൽ നിന്നാണ് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഈ മാർച്ചിനിടയിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയായിരുന്നു. പിന്നീട് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഫൈസലിന്റെ മരണത്തിൽ പ്രതിഷേധവുമായി അട്ടപ്പാടിയിൽ വിവിധ വാട്സ്ആപ്പ് കൂട്ടായ്മകളും രംഗത്തെത്തിയിട്ട് ജസ്റ്റിസ് ഫോർ ഫൈസൽ എന്ന് പേരിട്ടിരിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ 100ഓളം ചെറുപ്പക്കാരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നികേഷ്, ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.